ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഇന്നലത്തെ വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ആക്കുന്നത്. ഇന്നലെ വോയിസ് ഒന്നും കൊടുത്തില്ല, എഡിറ്റും ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം കാണും. രാവിലെ എണീറ്റ ഉടനെ തന്നെ എഡിറ്റിങ്ങിലോട്ട് പോയതാണ് കേട്ടോ. അതുകൊണ്ട് എണീറ്റ് വരുമ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം ഇതിൽ കാണാം. അപ്പോൾ ഇതേ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി നല്ല ചൂടും രാവിലെ വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പുമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ എന്ന് പറയണം. നല്ല ചൂടാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാലും നല്ല ചൂടാണ്. ഓടും കൂടെ ആകുമ്പോഴത്തേക്കും ഓട്ടിലെ ചൂടും കൂടെ പുകഞ്ഞു വരത്തില്ല, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയി. ഇപ്പോൾ ചായക്കുള്ള വെള്ളം, അതായത് 2 കവർ പാൽ തലേന്ന് തന്നെ അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് കൊണ്ട് ഇന്നൊരു ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും മേടിച്ചിട്ടുള്ള പാലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 1 കവർ പാലെടുത്ത് ഞാൻ ചായ ഇടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ജലദോഷവും നല്ല തലവേദനയും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കിളി പോയൊരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നല്ല തലവേദനയുണ്ട്. അപ്പോൾ നല്ല മുഖത്തിനൊക്കെ ഇങ്ങനെ കണ്ണിനൊക്കെ നല്ല നീർക്കെട്ട് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല തലവേദനയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ചായ ഇടാനായിട്ടാണ് കേട്ടോ നിന്നത്. അങ്ങനെ ചായക്കുള്ള എല്ലാം റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂട് വെള്ളം കൂടെ വെക്കണം കുടിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത കലത്തിൽ വെള്ളമാണ് കേട്ടോ. വെള്ളം നിറച്ച് വെച്ചേക്കാണ്. അത് പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടും അങ്ങോട്ട് നല്ല രീതിയിൽ അതൊന്നും ഉഷാറായിട്ട് വരുന്നില്ല. നല്ല ചൂടടിച്ചിട്ട് കല്ലൻ തറയാണ് കേട്ടോ ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഉണക്കുകാലം ആയി കഴിഞ്ഞാൽ ഉള്ള ചെടികളും എല്ലാം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല, അതെല്ലാം നശിച്ചു പോകും. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ഉഷാറായിട്ട് അത് വരുന്നില്ല. അത് പിന്നെ എന്താണെന്നറിയത്തില്ല. പിന്നെ പട്ടി ശല്യം ഉള്ളതുകൊണ്ട് അവിടെ ഇവിടേക്ക് കുറച്ച് ഇല നിൽപ്പുണ്ട്. അത് പട്ടിയുടെ ശല്യം ആയതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു തൃപ്തിയില്ല അത് എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിലിടാൻ വേണ്ടി. നമ്മൾ എത്ര കഴുകിയിട്ടായിരുന്നെങ്കിലും കഴുകിയിട്ടാടേലും അതങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ വെറുതെ വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച്, ജീരകം അങ്ങനെ ഇടുന്ന വെള്ളമൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ജീരകത്തിൻ്റെ ചവങ്ങൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം വെറുതെ തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്ലാസ്കിൽ അടച്ചിട്ടങ്ങ് മാറ്റും. ആവശ്യത്തിനുള്ളപ്പം നമുക്കെടുത്ത് കുടിക്കാമല്ലോ. അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാപ്പി ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. നമ്മളെന്നും കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എടുത്തില്ല കേട്ടോ. ഇന്നൊരു വിശേഷ ദിവസമാണ്. ഇന്നലെ നല്ലൊരു വിശേഷ ദിവസമായിരുന്നു. എൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ കേക്കും ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിലായിട്ട് വീഡിയോ ഞാൻ എടുക്കാതിരുന്നതാണ് കേട്ടോ. അങ്ങനെ കേക്കും ഒക്കെ മുറിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ ചിക്കൻ അന്ന് മേടിച്ചതല്ല, 2-3 ദിവസം മുന്നേ മേടിച്ചതായിരുന്നു. അപ്പം തലേന്ന് നമ്മൾ ചൂരമീനൊക്കെ മേടിച്ചത് കൊണ്ട് അതിൻ്റെ പകുതിയും കൂടി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തലയുടെ ഭാഗവും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അത് വെച്ചില്ല, ചിക്കൻ വെച്ചില്ലായിരുന്നു. അപ്പം ഇന്നലെ എന്തായാലും ചിക്കൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഒന്ന് കഴുകി, നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകിയാണ് ഫ്രിഡ്ജിൽ വെച്ചതെങ്കിലും ഒന്നും കൂടെയൊക്കെ ഒന്ന് എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകി അതിലേക്ക് മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന്, നമ്മൾ ഈ ഓടനത്തി എടുക്കത്തില്ലേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. ആ ഒരു പൊടിയുടെയൊക്കെ കളറൊന്ന് ചേഞ്ചാക്കി എടുത്തതിന് ശേഷമാണ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ടിട്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് പിന്നെ പൊടികൾ ചൂടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടാറില്ലല്ലോ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അല്ലാണ്ട് ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഇവിടെ ചിക്കൻ കറിയിൽ തക്കാളിയൊക്കെ ചേർക്കും കേട്ടോ. അങ്ങനെ തക്കാളി ഇരിപ്പില്ലായിരുന്നു, ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തലേന്ന് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സലാഡിനൊക്കെ എടുത്തിട്ട് അതങ്ങ് തീർന്നു പോയി. അങ്ങനെ ഉള്ളത് വെച്ച് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചുള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ആയിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ടു. തക്കാളി ഇല്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ട് കറിയിലുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഇടുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തക്കാളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഭയങ്കരമായിട്ട് പരാജയമായിരുന്നു കേട്ടോ. എല്ലാവരും അത് പറയുകയും ചെയ്തു, കറിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഗുമ്മ് പോരാ, കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവയൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു ഷോർട്ടിൽ ഞാൻ ഉലുവയും കടുകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുക് ഇവിടെ ഇടാറില്ല, ആരും ഇടാറില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ
ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് സവോള നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം എടുത്തത്. അപ്പോൾ ക്യാപ്സിക്കം ഇടുന്ന ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ട് എന്നായിരുന്നു ഇന്നലെ വരെ എൻ്റെ ഒരു ധാരണ. പക്ഷേ അത് തക്കാളിയുടെ ഒരു കുറവ് കാരണം ആ ക്യാപ്സിക്കത്തിൻ്റെ രുചി അപാര വൃത്തികെട്ട ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി തന്നെ വേണം ചിക്കൻ കറിക്ക് എന്ന് എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുത്തു. നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചാറിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കറി അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേ ആഘോഷം അങ്ങനൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കേക്ക് മേടിക്കാറുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മേടിക്കാറുണ്ട് എങ്കിലും പിന്നെ ഇങ്ങനെ വലിയ ആഘോഷ രീതി അങ്ങനെയൊന്നുമില്ല. ഒരു പായസം വെക്കും, പിന്നെ ഒരു യാസീൻ ഓതും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നാലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കറിയൊക്കെ ഞാൻ സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്തുനെ ഇന്നലെ സ്കൂളിൽ വിട്ടില്ല. ഇന്നും ഇപ്പം ഞാൻ വിടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും പനിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ലൊരു ദിവസമൊന്നും അല്ലായിരുന്നു കേട്ടോ. പനിയും ജലദോഷവും തലവേദനയും ഒക്കെ ആയിട്ട് വളരെ പരാജയപ്പെട്ടൊരു ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ അടുപ്പിലോട്ടാക്കി കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുന്നുകൂടി പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒന്നും ഒരു ജോലിയും ചെയ്യാനുള്ളൊരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി ഇഴഞ്ഞുമൊക്കെ ഉള്ള ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ കുമിഞ്ഞുകൂടി കിടന്നപ്പോഴത്തേക്കും ഒരുപാട് ജോലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് കുറച്ച് ചിക്കൻ എടുത്തിട്ട് പാത്തുവിനും പൊരിക്കാനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള തലേന്നല്ല 2 ദിവസം കൊണ്ടിരിക്കുന്ന ചീര ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം അതെടുത്തില്ലെങ്കിൽ പിന്നെ വാടി പന്നലായി പോലോ എന്ന് കരുതിയിട്ട് അതെടുത്തിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ നെല്ലിക്കാച്ചാറുണ്ടല്ലോ, ചുമന്ന നെല്ലിക്കാച്ചാറും ഒക്കെ ആയിട്ടായിരുന്നു ഇന്നലത്തെ ഒരു ലഞ്ചും അങ്ങോട്ട് കഴിഞ്ഞത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസമല്ല, നമ്മളെ ഈ പാലടയുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും പാലും വെച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് കേട്ടോ. അങ്ങനെ പക്ഷേ വെർമസല്ലിയുടെ അടുത്തൊന്നും എത്തത്തില്ല. എനിക്ക് വെർമസല്ലിയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ അതെടുക്കാനാണ് നോക്കിയത്, പക്ഷെ അതവിടെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ബായ്.